നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ആത്മാവ് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള അന്വേഷണമാണ് ഇനിയുള്ള യാത്ര. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, ആത്മാവ് ശൂന്യതയിലുണ്ടാവും. ശൂന്യതയാണോ ആത്മാവ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ പലവരും ചോദിക്കും, ശൂന്യതയിൽ എങ്ങനെയാണ് ആത്മാവ് ഉണ്ടാവുക? അതൊന്നും ഇല്ലല്ലോ. അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൽ ശൂന്യതയാണ് അനന്തമായിട്ടുള്ളത്, അല്ലേ? ആ ശൂന്യതയിലാണ് പല ഗ്രഹങ്ങളൊക്കെ ഉള്ളത്, സൂര്യൻ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ശൂന്യതയിൽ അത്രയും ഗ്രഹങ്ങൾ, ആ ശൂന്യതയിൽ എങ്ങനെ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുന്നത്? ഒന്നുപോലും ആ ഒരു ഭ്രമണപഥത്തിൽ മട്ട് മാറുന്നില്ല. 9 പ്ലാനറ്റ്സ് ഉൾപ്പെടെ ആ ഒരു എന്താ പറയുക, സോളാർ സിസ്റ്റം തന്നെ ആ ശൂന്യതയിലാണ് നിൽക്കുന്നത്. സോളാർ സിസ്റ്റം തന്നെ ആ ഒരു ശൂന്യതയിലാണ് നിൽക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതങ്ങനെ നിൽക്കുകയാണ് ആ അനന്തതയിൽ ഇങ്ങനെ. അതും അതിൻ്റെതായ സ്പീഡിലും അതിൻ്റെതായ ഈ മൊമെൻറ്റിൽ ഒരു ടൈമും ഒരിക്കലും പോലും മാറുന്നില്ല. സൂര്യൻ ചുറ്റുന്ന സ്പീഡും അതിൻ്റെ സമയം ഒരിക്കലും കുറയുന്നോ കൂടുന്നോ ഇല്ല. അതിൻ്റെതായ ഇതിൽ എന്തുകൊണ്ടാണ് ആ ശൂന്യതയിൽ ഓടുന്നത്? അതിൻ്റെ ശക്തി അവിടെയുണ്ട്, ഇല്ലേ? ബഹിരാകാശത്ത് ആ ശക്തിയുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിൽ അടങ്ങിയിരിക്കുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ശൂന്യതയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെതായ പവറും അതിൻ്റെതായ ദിവ്യ കണ്ണുകളും നമുക്ക് വേണം. പല എന്താ പറയുക, പോകുന്ന രശ്മികളെ കണ്ടുപിടിക്കാൻ അതിൻ്റെതായ മെഷീനും അതിൻ്റെതായ ടെലിസ്കോപ്പും ഒക്കെ വേണ്ടി വരുന്ന പോലെ ആത്മാവിന് അത് അനന്തതയിലുള്ള അതിനെക്കാട്ട് ഏറ്റവും വലിയ പവർഫുള്ളാണ് ഈ ആത്മാവ്. അത് കണ്ടുപിടിക്കാൻ അതിൻ്റെതായ കണ്ണുകൾ വേണം. അത് നമുക്കില്ല. ആ ആത്മശക്തിയെ നമുക്ക് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അതേ നമുക്ക് പറ്റൂ. ശൂന്യതയിലുള്ള ഒരു ആത്മാവ് എന്ന് സൂചിപ്പിക്കുന്നത് എനർജി തന്നെയാണ്, ശക്തി തന്നെയാണ്. പലതരത്തിലുള്ള ശക്തികളുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് തുടങ്ങിയ സയൻസ് പരമായിട്ടുള്ള അത് തന്നെയാണ്. അതിൽ ഒരു ഏറ്റവും വലിയ ശക്തി തന്നെയാണ് ആത്മശക്തി എന്ന് പറയുന്നത്, ഈ ആത്മാവെന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള എനർജി തന്നെയാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. എനർജിയെ നമുക്ക് കാണാൻ പറ്റുമോ? ഈ നമ്മൾ ഭക്ഷണം കഴിക്കും, വെള്ളം കഴിക്കും ഒക്കെ ഉള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ആ എനർജി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരം നടക്കുന്നത്, നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്, അല്ലേ? ആ എനർജീനൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ എനർജീനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതേ നമുക്ക് പറ്റും. ആത്മാവെന്ന് പറയുന്നത് എനർജി തന്നെയാണ്, ഒരു ശക്തി തന്നെയാണ്. ആ എനർജിയെ നമുക്ക് പക്ഷേ ആത്മശക്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കതിനെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഓൾറെഡി ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള ബഹിരാകാശത്തൊക്കെ നിലകൊള്ളുന്ന ഒരു ശക്തി തന്നെയാണത്. ഒരിക്കലും ആദ്യമേ ഉള്ളൊരു സാധനത്തിനെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെ കൺവേർട്ട് ചെയ്യാൻ. എനർജിയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ഒരു എനർജിയെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഇന്ന് ഈ ലോകത്തുള്ള എനർജിയെ, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള എനർജീനെ നമ്മളൊരു കൈനറ്റിക് എനർജി ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എനർജി ആയിട്ട് മാറ്റുന്നു. അത് പിന്നെ പല എനർജി ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. ഒരു എനർജീനെ, അതൊരു ഫിസിക്സിൻ്റെ ഇതാണല്ലോ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. ആ ഒരു ശക്തിനെ ഇല്ലാതാക്കാനും പറ്റും. നമുക്ക് കൺവേർട്ട് ചെയ്യാം. എന്താ പറയുക, വെള്ളത്തിലെ എനർജി ഇലക്ട്രിക് എനർജി ആക്കുന്ന മാതിരി അത് കൺവേർട്ട് ചെയ്യാനേ പറ്റും. മെക്കാനിക്കൽ എനർജി ആക്കുന്ന പോലെ ആത്മാശക്തിയെയും അതേമാതിരി നമുക്ക് ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. ഒന്നുമില്ല എന്ന് വാദിക്കുന്നവരോട് ഈ എല്ലാ ശക്തികളും നീ മോണിറ്റർ ചെയ്യുന്നൊരു ശക്തിയുണ്ട്. എന്തും മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? പക്ഷേ ആത്മശക്തി മാറുന്നില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. ആത്മശക്തി ശരിക്കും മാറുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി നിലവിലുള്ളത് തന്നെയാണ്. അതൊരു ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇന്ന് ഒരു മനുഷ്യ ശരീരത്തിലാണെങ്കിൽ അത് നാളെ ഒരു ചെടികളായിരിക്കാം, മൃഗങ്ങളായിരിക്കാം. അത് ഒരു സ്ഥലത്ത് നിന്ന് സഞ്ചരിക്കുന്നുണ്ടാവും. പക്ഷെ അത് മാറ്റമില്ലാത്ത ഒരു ശക്തിയാണ്. മറ്റ് ശക്തികളൊക്കെ നമുക്ക് മാറാം, ശക്തികളൊക്കെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു ആത്മശക്തി അപ്പോൾ എല്ലാ ശക്തികളും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ആത്മശക്തിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനൊരു മാറ്റവും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊരു ശക്തിയില്ല, അതും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടല്ലോ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ്. അത് ആത്മശക്തിയിൽ പ്രാബല്യത്തിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പം അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ
എന്ന് പറയുക നമ്മൾ ഓരോ ജന്മം അനുസരിച്ച് നമ്മുടെ സ്വഭാവം, ആത്മാവിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ഒരിക്കലും അത് മാറുന്നില്ല, കാരണം അതൊരു ജന്മത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. വിശേഷങ്ങളും നമ്മുടെ സ്വഭാവം ഇതൊക്കെ അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിച്ച പാട് കഴിഞ്ഞ ജന്മത്തിലെ ആ വിശേഷങ്ങളൊക്കെ അതേപടി ഒരു ചെറിയ കുഞ്ഞ് കാണിക്കണം. ഇല്ല, നമ്മൾ പഠിച്ച് സാഹചര്യം അനുസരിച്ച് പഠിച്ച് വരുന്നതാണ്. പിന്നെ ഇൻബോൺ ടാലൻറ്റ് മാത്രം ചിലപ്പോൾ പ്രദർശിപ്പിക്കും, ഇല്ലേ? പക്ഷെ അതൊന്നും കഴിഞ്ഞ ജന്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ജനിച്ച പാടനെ ആ കുട്ടി ഈ പറയുന്ന ബോധം വരുന്ന സമയത്ത് തന്നെ തൻ്റെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിലുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കേണ്ടതല്ലേ. അങ്ങ് ജന്മജന്മാന്തരങ്ങളുടെ ക്യാരക്ടറിസ് എങ്ങനെ കാണിക്കുക? അതൊന്നും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഓരോ ജന്മം എടുക്കുമ്പോൾ ഒരു ബോഡിയിൽ കയറുമ്പോൾ അതിൻ്റെ ഒരു മൃഗങ്ങളിൽ കയറുമ്പോൾ മൃഗത്തിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കണം. മനുഷ്യൻ്റെ ക്യാരക്ടറിസ് അതിലെടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആ ലൈഫിൽ കയറുമ്പോൾ, ബോഡിയിൽ കയറുമ്പോൾ ആത്മാവല്ല അത് കാണിക്കുന്നത്. ആ ശരീരത്തിലുള്ള അവിടുന്ന് പഠിച്ചിട്ട് ആ ഒരു ജീവിത സാഹചര്യത്തിൽ പഠിച്ചിട്ട് നേടുന്ന ഒരു ഇതാണ്. അതായത് ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കുമോ? ആ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്. ആത്മാവ് ഇങ്ങനെ അത് തന്നെ ഒരു ഫിക്സ്ഡാണ്, അത് മാറ്റമില്ല. അതൊരു എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിയിലേക്ക് മാറി പോകുന്ന ഒരു ശക്തി മാത്രമാണ് അതിന്. അത് നാശമില്ല. പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും ഉണ്ടായി വരുന്നതൊക്കെ നശിപ്പിക്കാൻ പറ്റും. ഉണ്ടാക്കിയ വീടായാലും ശരി, എന്ത് സാധനങ്ങളും ഉണ്ടാക്കിയ വന്ന് അല്ലേ, ആ ഉണ്ടാക്കിയ സാധനങ്ങൾ നശിപ്പിക്കാൻ പറ്റും. ഇത് ഓൾറെഡി ഉണ്ടായ സാധനമാണ്. എത്രയോ യുഗങ്ങളായിട്ട് ആ ശക്തി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എങ്ങനെ, എവിടുന്ന്, ഏതെന്ന് വരുന്നു എന്നുള്ളത് ഇത്രമേ നമുക്കറിയാത്തുള്ളൂ. ശൂന്യതയിൽ നിന്ന് വരുന്നു എന്നാണ് ആത്മീയത പറയുന്നുണ്ടെങ്കിലും അതറിയത്തില്ല നമുക്കിത്. ഈ ശൂന്യതയിലൊക്കെ ഈ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അല്ലേ? ഇത് എവിടുന്ന് വരുന്നു എന്ന് സയൻസ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ശൂന്യതയിൽ നിന്ന് വരുന്നത് മാത്രമേ നമുക്കറിയൂ. ഉണ്ട്, അത് നമുക്ക് ബോധ്യം. ആത്മാവെന്ന് ജീവൻ, അതുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നതും അല്ല നമ്മൾ ജീവിക്കുന്നത്. ആത്മാവ് എവിടുന്ന് വരുന്നു, എവിടുന്ന് തിരിച്ചു പോകും എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. സ്പിരിച്വാലിറ്റി ക്ലാസ് നോക്കി എനിക്ക് മനസ്സിലായത് അതൊരു എന്താ പറയുക, ഈ കാണുന്ന പ്രപഞ്ചീയ എന്താ പറയുക ശൂന്യത തന്നെയാണ് ഈ ആത്മാവെന്ന്. ഒന്ന് മാത്രം എന്താ പറയുക, ആ ശൂന്യതയിൽ നിന്ന് വരുന്നു എന്നുള്ളത് മാത്രമാണ് ആത്മീയത കാര്യത്തിൽ ഇത് പറയുന്നത്. പക്ഷെ അതെങ്ങനെ വരുന്നുള്ളൂ നമുക്കത് മനസ്സിലാക്കാവും. നമുക്കത് കാണാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കൺവേർട്ട് ഒരു എനർജി മറ്റു എനർജീനെ മാതിരി മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ മാറിയേനെ. നമ്മുടെ ജീവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റം വരുന്നതല്ലാതെ ആത്മാവിന് അത് തന്നെ നിൽക്കുക. ആത്മാവിനെ നമ്മൾ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആത്മാവാണ് ഇന്ന് നല്ലത്, എൻ്റെ ആത്മാവ് ശുദ്ധമായി. ആത്മാവ് അവിടെ തന്നെ ഉണ്ട്, അത് ശുദ്ധവും മോശമാവുന്നില്ല. നമ്മുടെ ബോഡി, നമ്മുടെ മനസ്സാണ് നല്ലതും ചീത്തയാവുന്നത്. ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവ് നല്ലവനായി എന്ന് പറയും. അത് നമ്മുടെ മനസ്സ് കളങ്കിതമായിട്ട് നിൽക്കുന്നതാണ്. ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ ആത്മാവിനെ മനസ്സിലാക്കുന്നില്ല. നമ്മളെ തോന്നിയ മാതിരി ജീവിക്കുന്നു. നമ്മുടെ ബോഡിയൊന്നും കേൾക്കാതെ ബാഹ്യ ശരീരത്തിന് വേണ്ടി, അതിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി, അതിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. ശരിക്കും പിന്നെ ഉള്ളിൻ്റെ ആത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനറിയാം എന്താണ് കറക്റ്റ്, എന്താ ശരി, എന്താ തെറ്റെന്ന്. ആത്മാവിന് നമ്മളെ ഉള്ളിൽ നിന്ന് കേൾക്കാതെ നമുക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് ആത്മാവിൻ്റെ കുറ്റമല്ല. അതിൻ്റെ ഉള്ളിലെ ശക്തിയോട് യഥാർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അതിന് പ്രകാരമേ നമ്മൾ പ്രവർത്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കും. നമ്മുടെ ശരീരത്തിന് ഇത്ര നല്ല ഫുഡ് വേണം, ഇത്ര പൈസ വേണം, ഈ ആഗ്രഹങ്ങളൊക്കെ നേടണം, ഇതൊന്നും ആത്മാവിൻ്റെ ആഗ്രഹങ്ങളല്ല. നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഈ ഒരു ആഗ്രഹങ്ങളാണ്. അപ്പോൾ പകുതിയും നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ആലോചിക്കണം. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മെലിയാൻ വേണ്ടി നമ്മൾ ഓടുന്നു. എന്താ പറയുക, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി, സുഖമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, അല്ലേ? പലതും ശരീര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആത്മ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് ചിലപ്പോൾ നമ്മളൊരു എന്താ പറയുക ധ്യാനം ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇത് വരുന്നുള്ളൂ. ആത്മാവിനെ ധ്യാനിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ചില സത്സംഗങ്ങൾ പോകുമ്പോൾ, ചില പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോഴൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ ആത്മശക്തിനെ തട്ടുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ശക്തിനെ തട്ടുന്നുണ്ട്. ബാക്കി മൊത്തം നമ്മുടെ ബാഹ്യ ഇതിന് വേണ്ടിയിട്ടാണ്, ബാഹ്യ ശരീര സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതാണ്. അപ്പോൾ അത് ഒരിക്കലും ആത്മാവ് മാറുന്നില്ല. ഒരു ക്രൂരനായൊരു മനുഷ്യൻ്റെ ആത്മാവ് പരിശുദ്ധം തന്നെയാണ്. പക്ഷേ
അവൻ്റെ എല്ലാ മൂടും പടലങ്ങളും മൂടിയിരിക്കുകയാണ്. ആഗ്രഹവും ഇതും ചിന്തകളായിട്ട് മൂടിയിരിക്കുക. കാണുന്നില്ല, ആ ശക്തി നമുക്ക് കാണുന്നില്ല. അത് കാണണമെങ്കിൽ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കെങ്കിലും ചെയ്യണ്ടേ. ആ ഇരിക്കുമ്പോഴും പലവിധ ചിന്തകളാണ് വരുന്നത് നമുക്ക്. പിന്നെ എങ്ങനെ ഇതിനെ കാണാൻ പറ്റുക? കാണാൻ സാധിക്കും, അതിൻ്റെതായ ശക്തിയും അതിനുള്ള ശ്രമമെങ്കിലും ആദ്യം നമ്മൾ നടത്തണം. അപ്പോൾ ഇത് ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ അതന്നെ, ആത്മാവ് എന്ന് പറയുന്ന ശക്തി തന്നെയാണ്, എനർജി തന്നെയാണ്. ശൂന്യതയിൽ നിന്ന് വരുന്ന ശക്തി എങ്ങനെ വരുന്നു, എവിടെ പോകുന്നു അറിയില്ല. ശൂന്യതയിൽ നിലകൊള്ളുന്ന ശക്തിയാണ്. നമ്മുടെ ചുറ്റും ആ ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ജീവനൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മളൊരു എന്താ പറയുക, പെട്ടെന്ന് ഇഷ്ടം പോലെ ജീവജാലങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഈ ജീവൻ എങ്ങനെയാണ് പെട്ടെന്ന് കിട്ടുന്നത്? വെള്ളത്തിൽ നിന്നാണോ? അല്ലാതെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശൂന്യതയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ശൂന്യതയിൽ തന്നെയാണ് ലയിച്ചത്. ആ എനർജിയുടെ പ്രത്യേകത എവിടെയും പോകുന്നില്ല. ഒരു സ്വർഗത്തോ നരകത്തോ അങ്ങനെ ഒരു സംഭവമൊന്നും മുകളിലില്ല എന്ന് ഓൾറെഡി നമ്മൾ സയൻസ് കണ്ടുപിടിച്ചു. മുകളിലൊന്നും. അതൊക്കെ നമ്മുടെ മനസ്സിലെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ആത്മാക്കൾ മുകളിൽ ഉണ്ടാവുമായിരിക്കും, അവർക്ക് എത്ര റൂം വേണ്ടി വരുമായിരിക്കും? അതൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ. അത് വരുന്നു, ശൂന്യത വരുന്നു, ശൂന്യത പോകുന്നു. പക്ഷെ പിന്നെ എന്തിനെ കഥകൾ ഉണ്ടാക്കുന്നു, ഓരോ ജീവനും ഓരോ വില കൊടുക്കുന്നു. അതൊക്കെ ഒരു ഡ്രാമയുടെ ഭാഗമായിരിക്കാം. നമുക്കറിയില്ല എന്താണ്. എല്ലാം ഡ്രാമയുടെ ഭാഗമായിരിക്കാം. ആരോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഈ കഥ, എല്ലാ കഥയും അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തുന്നത്, അല്ലേ? ഏതൊരു ജീവനെടുത്തു കഴിഞ്ഞാലും വലിയ വലിയ സംഭവ വികാസങ്ങൾ ചെയ്യുന്നു. എന്ത് സംഭവമായാലും അവസാനം ഒന്നുമില്ലാത്തടത്തു നിന്നാണ് അവസാനിക്കുന്നത്. ആ ജീവൻ കുറച്ച് കാലം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ കുറച്ച് കാലം നിലനിൽക്കും, 100-200 വർഷം. അതിൻ്റെ അപ്പുറമായ നിലനിൽക്കുമോ? ഇല്ല. ഈ ഡൈനോസറിൻ്റെ യുഗം തന്നെ അവസാനിക്കുന്ന പോലെ ഈ ഒരു കലിയുഗം തന്നെ ചിലപ്പോൾ അവസാനിക്കും. പുതിയ ആൾക്കാരായിരിക്കും പിന്നെ വരിക. ഇന്ന് ഉണ്ടാക്കിയ പല സംഭവവും, പല കഥകളും, വലിയ വലിയ ബിൽഡിങ്ങും, എന്ത് സംഭവം, എന്ത് പ്രപഞ്ചത്തിൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഒരു ഫ്ലഡിൽ, ഒരു ദുരന്തത്തിൽ തീരും, ഇല്ലേ? അങ്ങനെ ഒരു ദുരന്തം വന്ന് ലോകം അവസാനിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ലോകം അവസാനിക്കുന്നല്ല ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമാണ്. വേറൊരു ജീവന് അതൊരു ഇതാവും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയാണ്, ഓരോ ജീവനും ഓരോ ജീവിതവും യഥാർത്ഥത്തിൽ ആടുകയാണ് ചെയ്യുന്നത്, ചുമ്മാ ആടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന എല്ലാ സീരിയസ് കാര്യങ്ങളും സീരിയസ് അല്ല. എന്തെന്ന്? സ്വാതന്ത്ര്യം കുറച്ച് കാലത്തേക്ക്, അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ വിഷയം കഴിഞ്ഞു, പിന്നെ രാഷ്ട്ര വിഷയം. എല്ലാ കാലഘട്ടത്തിലും ഓരോ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ സീരിയസ് ആയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സീരിയസ് കാര്യങ്ങൾ 100-200 വർഷങ്ങൾക്കപ്പുറം ഇല്ല. വരുന്നത് സ്വാതന്ത്ര്യ ഓരോ കാലഘട്ടത്തിലും ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഉള്ളത് എന്ന് കരുതിയിട്ട് നമ്മൾ രാജാക്കന്മാർ ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് രാജാക്കന്മാർ മങ്ങനെ പിന്നെ സ്കൂളിലെ പഠിത്തത്തിൽ മാത്രം ഒതുങ്ങി. പൊതുമേഖല ചർച്ചയിലൊന്നും ആ രാജാക്കന്മാരുടെ വിഷയമില്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ അതും മാറും. ഒരു 500 വർഷം 1000 വർഷം പഴക്കമുള്ളതൊക്കെ നമ്മുടെ സിലബസിലുണ്ടാ, ബുക്കിലുണ്ടാ, പഠിക്കുന്നുണ്ടാ. അന്നും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സ്വാതന്ത്ര്യമല്ല ഏറ്റവും. അതിനിങ്ങോട്ട് മുമ്പിലും മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് തീ കണ്ടുപിടിച്ചത് മുതൽ അന്ന് കണ്ടുപിടുത്തങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് ആരെ കണ്ടുപിടിച്ചു, എന്ത് കണ്ടുപിടിച്ചു എന്ന് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഓരോ ജീവിതത്തിൽ അത് ഒരു നിസ്സാരം തന്നെയാണ്. പക്ഷെ അതിന് ഡ്രാമ ആടുകയാണ്. അത് തന്നെയാണ് ആത്മാവിന് ഇതൊന്നും ഏൽക്കുന്നില്ല. നൂറ്റാണ്ടുകളായിട്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഓരോ ജീവിതത്തിൽ ഓരോ കെട്ടി ആടുക ചെയ്യുന്നു. പിന്നെ നിർദ്ദേശമുണ്ട്. ഇന്ന് അതിന് ചിലപ്പോൾ ഒരു നിർദ്ദേശം കിട്ടി, ഇന്ന് ശരീരത്തിൽ കയറി ഇന്ന് നിങ്ങൾ പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഒരു നാടകം തന്നെയാണ് ശരിക്കും പറഞ്ഞല്ലേ. അത് നിങ്ങൾ ചിന്തിച്ചാൽ കൂടുതൽ മനസ്സിലാവും. നാടകത്തിൽ ഒരു റോൾ നമ്മൾ ചെയ്യുക, പോവുക, ബാക്കി കൂടുതൽ ചിന്തിക്കണം. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ആത്മാവും വരുന്നത്. അത് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ക്യാരി ഫോർവേഡൊക്കെ ആവുന്നതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് കൂടുതൽ പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞ ഒരു എനർജി തന്നെയാണ്. അത് ഓരോ ശരീരത്തിലും ഓരോ ജീവജാലങ്ങളിലേക്കും മാറി പോകും. തിരിച്ച് അത് അനന്തതയിലേക്ക് പോകും, ശൂന്യതയിലേക്ക് പോകും. ശൂന്യതയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രപഞ്ചം മൊത്തം കൺട്രോൾ ചെയ്യുന്ന പോലെ എങ്ങനെയാണോ ശൂന്യതയിൽ 9 പ്ലാനറ്റ്സും ഈ സോളാർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ ആത്മശക്തിയും. ഓക്കെ, ബൈ.